CPIM-ന്റെ 20ാം പാർട്ടി കോൺഗ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഹോം പേജാണ് ഈ കാണുന്നത്. ഈ സൈറ്റ് സന്ദർശിക്കുന്ന എല്ലാ യൂസേഴ്സിനും വളരെ ഈസിയായിട്ട് നാവിഗേറ്റ് ചെയ്യുന്നതിനായി ഇതിലെ ലിങ്കുകൾ ഹോം, ഹിസ്റ്ററി, 20th പാർട്ടി കോൺഗ്രസ്, കോൺടാക്ട്, കോഴിക്കോട് മാപ്പ്, പ്രോഗ്രാം, കോൺസ്റ്റിറ്റ്യൂഷൻ, അതേഴ്സ് എന്നീ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഹോം പേജിൽ CPIM പാർട്ടി കോൺഗ്രസ് എന്താണ് എന്നുള്ള മനസ്സിലാക്കുന്നതിനൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇതിൽ നിന്ന് CPIM പാർട്ടി കോൺഗ്രസിന്റെ ഒരു ചെറിയ ചരിത്രവും എന്താണ് CPIM പാർട്ടി കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ലഭ്യമാകും. കോഴിക്കോടിന്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കുന്നതിലേക്കായി കോഴിക്കോട് എന്നുള്ള ലിങ്ക് സൈറ്റിന്റെ വലതുഭാഗത്ത് ലഭ്യമാണ്. ഇതിൽ കോഴിക്കോടിന്റെ ചരിത്ര പ്രാധാന്യവും പൊളിറ്റിക്കൽ പ്രാധാന്യവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പേജാണ് ഈ കാണുന്നത്. പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സഖാവ് പ്രകാശ് കാരാട്ടും സഖാവ് പിണറായി വിജയനും സഖാവ് TP രാമകൃഷ്ണനും പറയുന്ന ഓരോ വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ സൈറ്റിൽ ലഭ്യമാണ്. സഖാവ് പ്രകാശ് കാരാട്ടിന്റെ ഒരു 2 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ശ്രമിക്കാം. The party congress is an important feature in its life. In the case of the CPI, we are holding this party congress at a time when our country is going through party congress ചരിത്ര സംഭവമായ മാറാൻ പോകുന്നു. ഇന്നത്തെ സാർവദേശീയ ദേശീയ പരിസ്ഥിതി 20ാം പാർട്ടി കോൺഗ്രസിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജന്മദിനം എന്ന നിലയിൽ പരിഗണിക്കപ്പെട്ടു വരുന്ന കോൺഗ്രസുകാർക്കും വൈദേശികാധിപത്യത്തിനെതിരായ ഉജ്ജ്വല സമരങ്ങളുടെ കേന്ദ്രമാണ്. പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭ്യമാക്കുന്നതിനേക്കായി ലേറ്റസ്റ്റ് ഇവന്റ്സ് ക്രമീകരിച്ചിട്ടുണ്ട്. പ്രസ് റിലീസ് എന്ന ലിങ്കിൽ നിന്നും പ്രസ് റിലീസുകളും പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള പത്ര കട്ടിങ്ങുകളും ലഭ്യമാണ്. ഇമേജ് ഗാലറി എന്ന ലിങ്കിൽ നിന്നും പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ ഇതിൽ ലഭ്യമാണ്. ഇത് ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരിച്ചപ്പോഴേക്കുള്ള ചിത്രങ്ങളാണ്. വീഡിയോ ഗാലറി എന്ന ലിങ്ക്
ഇനി മുതലുള്ള എല്ലാ വീഡിയോസും, അതായത് ഈ വെബ്സൈറ്റ് ഇനോഗ്രേഷൻ ഉൾപ്പെടെയുള്ള വീഡിയോസ് ഈ സൈറ്റിലേക്ക് ലഭ്യമാണ്. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന പേജിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ഒരു ആർട്ടിക്കിൾ ലഭ്യമാണ്. പാർട്ടി കോൺഗ്രസ് ഹിസ്റ്ററി എന്ന ലിങ്കിൽ നിന്ന് പഴയ പാർട്ടി കോൺഗ്രസുകളെല്ലാം എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ലഭ്യമാണ്. ഇത് കൂടാതെ തന്നെ ചിന്ത പബ്ലിക്കേഷൻ ഇപ്പോൾ പുറത്തിറക്കാൻ പോകുന്ന ഒരു പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ ഒരു 6ഓളം പേജസ് ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. പുസ്തകം ഇറങ്ങിക്കഴിയുമ്പോൾ ഈ സൈറ്റിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കും. PV and the CC members എന്ന ലിങ്കിൽ നിന്ന് പോളിറ്റ് ബ്യൂറോ സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയും ലിസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാണ്. സ്റ്റേറ്റ് കോൺഫറൻസ് എന്ന ലിങ്കിൽ നിന്ന് പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഡേറ്റുകളും മറ്റു പരിപാടികളെല്ലാം ഈ സ്റ്റേറ്റ് കോൺഫറൻസ് എന്ന ലിങ്കിൽ പിന്നീട് ലഭ്യമാകും. അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസ് ഡേറ്റ്സ് ആൻഡ് പ്ലേസസും ഇപ്പോൾ ലഭ്യമല്ല. വരുന്ന മുറയ്ക്ക് അത് സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. ഓർഗനൈസിംഗ് കമ്മിറ്റി എന്ന ലിങ്കിൽ നിന്ന് ഓർഗനൈസിംഗ് കമ്മിറ്റി എന്ന ലിങ്കിൽ നിന്നും സ്വാഗത സംഘത്തിന്റെ ഡീറ്റെയിൽസും ലഭ്യമാണ്. ഇതോടൊപ്പം തന്നെ പാർട്ടി ഐഡിയോളജിക്കൽ റെസൊല്യൂഷനും പാർട്ടി കൈകാര്യം ചെയ്യുന്ന കരട് പ്രമേയങ്ങൾ തുടങ്ങിയവ ലഭ്യമാകുന്ന സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ചരിത്രത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഗാലറി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കോഴിക്കോടിന്റെ ഒരു മാപ്പും വലതു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി എന്ന ലിങ്ക് നാഷണൽ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, പാർട്ടി കോൺഗ്രസ് ഹിസ്റ്ററി എന്നീ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. നാഷണൽ ഹിസ്റ്ററിയിൽ പാർട്ടിയുടെ നാഷണൽ ഹിസ്റ്ററി, അതിൽ നിന്ന് തന്നെ കേരള ഹിസ്റ്ററിയിലേക്ക് പോകാനുള്ള ലിങ്ക് ലഭ്യമാണ്. ട്വന്റിയത്ത് പാർട്ടി കോൺഗ്രസ് എന്ന ലിങ്കിൽ നിന്ന് ഷെഡ്യൂളും അജണ്ടയും ലഭ്യമാണ്. ഷെഡ്യൂളിൽ ഇപ്പോൾ പാർട്ടി കോൺഗ്രസുകളുടെ ഡേറ്റും അത് നടക്കുന്ന സ്ഥലവും ലഭ്യമാണ്. കോണ്ടാക്ടസ് എന്ന ലിങ്കിൽ നിന്നും ഓഫീസ് അഡ്രസ്സും ഓർഗനൈസിംഗ് കമ്മിറ്റി, റിസപ്ഷൻ മുതലായ എല്ലാ സബ് കമ്മിറ്റികളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, ഓരോ സബ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അതാത് ലിങ്കുകളിൽ നിന്നും പിന്നീട് ലഭ്യമാകും. കോഴിക്കോട് മേപ്പ് കണ്ടതുപോലെ തന്നെ കോഴിക്കോട് മേപ്പാണ് അതിലുള്ളത്. പ്രോഗ്രാം എന്നുള്ളത് പാർട്ടിയുടെ പ്രോഗ്രാം.
കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ലിങ്കിൽ നിന്നും ഭരണഘടനയും